ഗ്രാനി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എന്നാൽ ഇപ്പോൾ പല സ്ഥലത്തും ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല അടിപൊളി ഗെയിമാണ് ഗ്രാനി. എന്തിനേറെ പറയുന്നു, ഞാൻ വരെ പലപ്പോഴും ജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 1-2 വട്ടം ജയിച്ചിട്ടുമുണ്ട്, എന്നാൽ തോറ്റിട്ടുമുണ്ട്. ഗ്രാനി എന്ന ഗെയിമിന് 3 ചാപ്റ്റേഴ്സ് വരെ തിരിച്ചിട്ട് വരെ ഉണ്ട് അവർ. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3. ഇതിനെ ഓരോ ഗെയിമിനെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുമുണ്ട്. ഫസ്റ്റിൽ ഗ്രാനി മാത്രം, സെക്കൻഡ് ചാപ്റ്ററിൽ ഗ്രാനിയും ഗ്രാൻഡ് പായും, തേർഡ് ചാപ്റ്ററിൽ ഗ്രാനി, ഗ്രാൻഡ് പാ, പിന്നെ സ്ലൻഡ്രീന. ഞാനീ പറയുന്നൊക്കെ കേട്ടാൽ തോന്നും ഞാൻ ഈ ഗ്രാനി ഗെയിമിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. എന്നാലല്ല, ഞാൻ പറയാൻ പോകുന്നത് ഗ്രാനിയെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഈ ഗെയിം കളിച്ചെങ്കിലും ഇതൊരു റിയൽ ഹൊറർ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഗ്രാനി എന്തിനാ നമ്മളെ കൊല്ലുന്നേ, അല്ല നമ്മളെങ്ങനെയായി വീട്ടിൽ വന്നേ, അങ്ങനെ പലതും. അങ്ങനെ ക്യൂരിയോസിറ്റിയോടെയാണ് ഞാൻ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഗ്രാനിയെ പറ്റി. വലുതായി ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ സ്റ്റോറി മനസ്സിലായി. അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗ്രാനി, നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങളുടെ മുത്തശ്ശീനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? എല്ലാത്തിൽ നിന്നും അമ്മയുടെയും അച്ഛൻ്റെയും മടിയിൽ നിന്നും മാറ്റുകയും കൊഞ്ചിച്ചും ലാളിച്ചും കഥയും പാട്ടും പറഞ്ഞിരുന്നേയും നമ്മുടെ സ്വന്തം മുത്തശ്ശി. അതുപോലൊരു മുത്തശ്ശിയായിരുന്നു നമ്മുടെ ഗെയിമിലെ ഗ്രാനി. സ്വന്തം കൊച്ചുമോളായ സ്ലെൻഡ്രീനയ്ക്ക് നിറയെ കഥയും പാട്ടും എല്ലാം പറഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ അവളുടെ അമ്മ, സ്ലെൻഡ്രീനയുടെ അമ്മ, വളരെയധികം ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യുമായിരുന്നു. ഒരു ബുക്ക് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഗ്രാനി ഗെയിം കളിക്കുമ്പോൾ ഒരു സീക്രട്ട് റൂമുണ്ട്. ഒരു റൂമിൻ്റെ അകത്ത് ഫോട്ടോയുടെ പിന്നിൽ ഒരു സ്വിച്ച് വലിക്കുമ്പോൾ ഒരു ഷെൽഫ് ഓപ്പൺ ആവും. അതിൻ്റെ അകത്തുള്ളൊരു റൂം. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലെ ബ്ലാക്ക് മാജിക് ഉൾപ്പെടുന്ന ബുക്കാണ് നമ്മുടെ ഗെയിമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ശക്തി കുറവാണ് എന്ന് സ്ലെൻഡ്രീനയുടെ അമ്മയ്ക്ക് തോന്നിയപ്പോൾ ഈ ബുക്ക് പരിശോധിക്കാൻ തുടങ്ങി. ശക്തി കൂടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞ്. അങ്ങനെ പരിശോധിച്ചപ്പോൾ കിട്ടിയ ഐഡിയയോ 2 പേരെ കൊല്ലണമെന്നും. അതും യൂത്തായിട്ടുള്ള. ആരെ കൊല്ലും? ഇപ്പോൾ തൻ്റെ അടുത്തുള്ളത് തൻ്റെ അമ്മയും സ്വന്തം മകളും. കാത്തിരുന്നു, ഭർത്താവ് വരാൻ കാത്തിരുന്നു. അവളുടെ അച്ഛന് പുറത്തെവിടെയോ ആയിരുന്നു ജോലി. അച്ഛൻ വീട്ടിൽ വന്നതും അമ്മ അച്ഛനെ കൊന്നു. വീട്ടിലാരും അറിഞ്ഞില്ല. മുത്തശ്ശിയും അറിഞ്ഞില്ല, മകളും അറിഞ്ഞില്ല. അവർ പേരക്കുട്ടിയും മുത്തശ്ശിയും കൂടെ പോയിരുന്ന് കഥയും പാട്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രക്തത്തിൽ കുളിച്ചു വന്ന അമ്മ മകളെ തട്ടിയെടുക്കാൻ നോക്കി മുത്തശ്ശിയിൽ നിന്ന്. മുത്തശ്ശി രക്തത്തിൽ കുളിച്ചു വന്ന അവളെ കണ്ട് ഭയന്നു. നീ എന്താ ചെയ്തത്? നിനക്ക് എന്താ പറ്റിയേ മോളെ? അവനെവിടെ? അവനെ വിളിക്ക്. മുത്തശ്ശി അവിടെ കിടന്ന് കീറി വിളിച്ചു. മകളെ കൊല്ലാനാണ് കൊണ്ടുവന്നത് എന്ന് മുത്തശ്ശിക്ക് എങ്ങനെയോ മനസ്സിലായി. മുത്തശ്ശി പറഞ്ഞു, മോളെ, അവളെ ഒന്നും ചെയ്യരുത്, അവൾക്കിനിയും ജീവിക്കാനുള്ളതാണ്. അവളൊന്നും കേട്ടില്ല. അവൾ വീണ്ടും അവളെ വലിച്ചെടുത്തു. മുത്തശ്ശി വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒക്കെ ദേഷ്യമായി. അവൾ കുട്ടിയുടെ കൈവിട്ടതിന് ശേഷം മുത്തശ്ശിയെ വലിച്ചു ഒരു കസേരയിലിട്ട് കെട്ടിയിട്ട് മുകളിൽ ഒരു ജയിലിലിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
നമ്മൾ ഈ ഒരു ഗെയിമിൽ ചാപ്റ്റർ 1 ഗെയിമിൽ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു പാലമൊക്കെ ഇട്ട് അപ്പുറത്ത് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, പാലമല്ല, ഒരു എന്താ പറയുക, തടിക്കഷ്ണം പോലത്തെ ഒരു ഇതിട്ടിട്ട് അപ്പുറത്ത് കിടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ. അവിടെ നിന്ന് ഫാനിൻ്റെ വയറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് ഒരു എന്താ കിട്ടുക, ഓരോ സാധനങ്ങളൊക്കെ കിട്ടത്തില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം. അവിടെയായിരുന്നു ഗ്രാനി അവൾ തളച്ചിരുന്നത്. ഗ്രാനി അവിടെ പൂട്ടിയിട്ടതിന് ശേഷം അവൾ മോളുടെ അടുത്ത് വന്നു. മോളുടെ അടുത്ത് വന്നിട്ട് മോളെയും കൊന്നു. തനിക്ക് ശക്തി കിട്ടി, താനിപ്പോൾ പൂർണ്ണ ശക്തിവതിയാണ് എന്നെല്ലാം കരുതിയിരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു ബോധമൊടിച്ചത്. തന്നോട് കൊല്ലാൻ വന്നത് യൂത്തായിട്ടുള്ള ആൾക്കാരെയാ. തൻ്റെ മകൾക്ക് അത്രയ്ക്ക് പ്രായമില്ല, 5-6 വയസ്സ്. തനിക്കപ്പോൾ ശക്തി കിട്ടില്ല എന്നവൾക്ക് ദേഷ്യമായി. അവളും മരിച്ചു. തൻ്റെ ഭർത്താവും കുഞ്ഞുമില്ലാത്ത ലോകത്ത് ഇനി താൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞായിരുന്നു അവൾ മരിച്ചത്. പാവം ഗ്രാനി മാത്രം കൊച്ചുമകളെ നഷ്ടപ്പെട്ട വേദനയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. തൻ്റെ മകൾക്ക് എന്ത് പറ്റിക്കാണും എന്നുള്ള വിഷമത്തിൽ ഗ്രാനി വേഗം കയ്യിലുള്ള കെട്ടുമെല്ലാം പൊട്ടിച്ച് താഴോട്ട് ഓടിയാൻ നോക്കിയപ്പോൾ തൻ്റെ മകനും മരിച്ചു, ഒപ്പം തൻ്റെ കൊച്ചുമകളും. ഗ്രാനിക്ക് അടക്കാൻ പറ്റാത്ത അത്രയും സങ്കടം വന്നു. ഗ്രാനിയും ആ ബ്ലാക്ക് മാജിക് ബുക്ക് എടുത്തു. തൻ്റെ കൊച്ചുമകളെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴി അതിൽ കാണുമെന്ന് ഗ്രാനി പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വഴി കിട്ടി. ഒരു മനുഷ്യനെ കൊല്ലണമെന്നായിരുന്നു അതിൽ വഴി. കൊന്ന് ആ മനുഷ്യൻ്റെ ദേഹത്തുള്ള ആത്മാവിനെ കൊച്ചുമകളുടെ ദേഹത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ജീവൻ വയ്ക്കുമെന്നായിരുന്നു ആ ബുക്കിൽ എഴുതിയിരുന്നത്. അതോ താനിനി അതെന്ത് ചെയ്യും എന്നെല്ലാം ഗ്രാനിക്ക് ചിന്തയായി. ഗ്രാനി അതിനൊരു കാര്യം ചെയ്തു. റോഡിൽ കൂടെ പോകുന്ന വണ്ടികളെ തടഞ്ഞു നിർത്താനായി ആണികൾ വിതറി. അതിൽ ക്രാഷായിരുന്ന വണ്ടികളിലെ ആൾക്കാർ തൻ്റെ വീട്ടിൽ വന്ന് മുട്ടുമെന്നും താൻ അവരെ പിടിച്ചുകൊണ്ടുപോയി അവരെ കൊല്ലാമെന്നും ഗ്രാനി ചിന്തിച്ചു. ഈ ഒരു ഇതാണ് നമ്മളും കളിക്കുന്ന ഗ്രാനി ഗെയിമിൽ. നമ്മളിതേപോലെ ഒരു കാർ ആക്സിഡൻറ്റിൽ വരുന്നതാ. പാവം ഗ്രാനി അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഗ്രാനി ചെയ്യുന്നതിൽ എന്താ, താൻ അത്രയും സ്നേഹിച്ച കൊച്ചുമകൾ മരിച്ചതിൽ അവർക്കും കാണില്ലേ വിഷമം, പാവം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, ഗ്രാനിയെ പറ്റി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഞങ്ങൾക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം. ഓക്കെ, ബൈ.